ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടെക്. നമ്മൾ ഒരു മിക്സ് മഷ്റൂം സൂപ്പ് ഉണ്ടാക്കുകയാണ്. സൂപ്പിൽ നമ്മൾ മൈദയും ചേർക്കണില്ല, ബട്ടറും ചേർക്കണില്ല, ക്രീം ചേർക്കണില്ല. അതിന് പകരം നമ്മൾ മഷ്റൂമിൽ ചേർക്കുന്നത് കോക്കനട്ടാണ്. അപ്പോൾ കോക്കനട്ട് മഷ്റൂം സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഓയിസ്റ്റർ മഷ്റൂമും മട്ടൺ മഷ്റൂമും എടുത്ത് നല്ല ഫ്ലോറ്, അതായത് മൈദയോ ആട്ടയോ ഇട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു കേട്ടോ. അത് നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്യുക. മഷ്റൂം സൂപ്പ് പോലെ തന്നെ കൂടുതൽ ഐറ്റം നമ്മുടെ ചാനലിലുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ മറ്റുള്ള ഐറ്റങ്ങളൊന്നും കാണാൻ മറക്കല്ലേ. നമ്മുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും പറയണേ. അപ്പോൾ നമ്മൾ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ മഷ്റൂം. അപ്പോൾ പെട്ടെന്ന് വേവും. ഇപ്പോൾ ചേർക്കുന്ന സാധനങ്ങൾ മഷ്റൂം, അല്പം പൊട്ടാറ്റോ നമ്മളൊരു ഏകദേശം ഒരു സ്മോൾ പൊട്ടാറ്റോ എടുക്കണം, അല്ലെങ്കിൽ ഒരു ഹാഫ് പൊട്ടാറ്റോ ആണ് എടുക്കണം കേട്ടോ. മഷ്റൂം നമ്മൾ 150 ഗ്രാമത്തോളം എടുത്തിട്ടുണ്ട്. അതിൽ മഷ്റൂം ഒരു ഹാഫ് സവാള, സാലറി സ്റ്റിക്ക് നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു 5-6 ഗാർലിക്, വെളുത്തുള്ളി. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ കേട്ടോ. നമ്മൾക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിത് നല്ല സോട്ട് ചെയ്യണം. വെളിച്ചെണ്ണയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ മറ്റേത് കുക്കിംഗ് ഓയിലും എടുക്കാം കേട്ടോ. സാലറിയും നമ്മൾ ഒനിയനും വെളുത്തുള്ളിയും കൂടി ഇട്ട് നമ്മൾ സോട്ട് ചെയ്യണം. അതിലേക്ക് പൊട്ടാറ്റോയും ഉരുളക്കിഴങ്ങ് ഇട്ടും മഷ്റൂം ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത്, നിങ്ങൾക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് കഴിക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുക കേട്ടോ. അതിൽ സോൾട്ടും പെപ്പറും ഇടാം. ഞാൻ ഹോൾ പെപ്പറാണ് ഇടുന്നത് കേട്ടോ. തരി പെപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ നല്ല എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു 10-15 മിനിറ്റ് നമ്മൾ തിളപ്പിക്കാൻ വെച്ചതിന് ശേഷമാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. നിങ്ങൾക്ക് ഹബ്സ് ഉണ്ടെങ്കിൽ ഹബ്സ് ആഡ് ചെയ്യാം. ഞാൻ ഹബ്സ് ഒന്നും ആഡ് ചെയ്യില്ല. വെന്ത് കഴിഞ്ഞെന്ന് കാണുമ്പോൾ നമ്മൾ റോൾഡ് ഓട്സ് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. റോൾഡ് ഓട്സ്, അതിൻ്റെ കൂടെ ഫ്ലാക്സ് സീഡും കൂടി അത് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 50 ഗ്രാം ഉണ്ട് കേട്ടോ. ഒരു തിക്കനിങ് കിട്ടാൻ, ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മൈദയൊന്നും ഉപയോഗിക്കുന്നില്ല, റോൾഡ് ഓട്സാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞെന്ന് കാണുമ്പോൾ നമ്മളിതാ ഒരു അരമുറി തേങ്ങ, അല്ലെങ്കിൽ ഒരു 100 ഗ്രാം തേങ്ങ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട്, വീണ്ടും ഇനി നന്നായിട്ട് കുക്ക് ചെയ്യേണ്ട, നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. നന്നായിട്ട് ഫൈൻ സ്മൂത്തായിട്ട് നമ്മൾ അടിച്ചെടുത്തു കേട്ടോ. ബ്ലെൻഡറിൽ അടിച്ചെടുത്തു. ഇനി വീണ്ടും അരിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ക്രീമി മഷ്റൂം കോക്കനട്ട് സൂപ്പ് റെഡിയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഒരു ഹെൽത്തി സൂപ്പും കൂടിയാണ് കേട്ടോ അത്. ഒരു സൂപ്പ് മാത്രം കഴിക്കുന്നവർക്കൊരു മെയിൻ മീലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അഥവാ നിങ്ങൾക്ക് സ്റ്റാർട്ടറാണ് ഇഷ്ടമെങ്കിൽ സ്റ്റാർട്ടറായിട്ടും ഉപയോഗിക്കാം. താങ്ക് യു. എൻജോയ് ദ ലൈഫ്. സജീസ് ഫ്ലവർ ടെക്. ബൈ.